ഹായ്, ഇന്ന് എനിക്ക് ടൗണിൽ പോയിട്ട് 2-3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടൗണിൽ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. അതെല്ലാം ഒന്നും ശരിയായില്ല. അക്ഷയയിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 1:30 അങ്ങനെ ആയി സമയം. എന്നാൽ പിന്നെ ചോറ് കഴിക്കണ്ടേ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്നാൽ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സമയം ഇനി ഉണ്ടാവില്ല. അപ്പോൾ എന്നാൽ വിചാരിച്ചെന്നാൽ പിന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ കാഞ്ചിയിലേക്ക് പോയിട്ടോ. കാഞ്ചിയിൽ നല്ല കിട്ടിയില്ലൻ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. നോക്ക് എന്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് എനിക്ക് പറഞ്ഞാലാവില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഇത്രയും ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല. വെജിറ്റബിൾ ബിരിയാണി സാധാരണ 2-3 പ്രാവശ്യം പുറത്തുനിന്ന് കഴിക്കേണ്ട അവസരം ഉണ്ടായിരുന്നു. അധികം ഞാൻ വെജിറ്റബിൾ ബിരിയാണി കഴിക്കില്ല. ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ വെച്ചാൽ നോക്കുക. ഇതിൻ്റെ കൂടെയുള്ളത് നല്ല കിഡിലൻ തക്കാളി കൊണ്ടുള്ള എന്തോ ഒരു ചട്നിയോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ നല്ല തൈര് പിന്നെ എനിക്ക് എൻ്റെ ഫേവറേറ്റാണ് തൈര്. പിന്നെ നിങ്ങൾ കണ്ടതാ നമ്മളെ കോളിഫ്ലവർ പൊരിച്ചത് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗോബി മഞ്ചൂരി സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നല്ല അടിപൊളി ഒരു പായസം, ഒരു പപ്പടം, പിന്നെ ഒരു ചമ്മന്തി, നല്ല പച്ചമുളകിൻ്റെ നല്ല അടിപൊളി ചമ്മന്തി, അതും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് സൂപ്പർ ടേസ്റ്റ്. ഞങ്ങൾ എല്ലാം ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നവരാണെങ്കിലുണ്ടല്ലോ ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് വെജിറ്റബിൾ ബിരിയാണി കഴിച്ചു കേട്ടോ. സൂപ്പർ. ചിക്കൻ ബിരിയാണിനേക്കാളും ബീഫ് ബിരിയാണിനേക്കാളും ഒക്കെ സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇത് ചിക്കൻ ബിരിയാണി അല്ല എന്ന് ആരും പറയൂല കണ്ടാൽ.